നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസിലെ കരുത്തുറ്റ മത്സരാർത്ഥികളിൽ ഒരാളാണ് നടൻ മണിക്കുട്ടൻ. ഇടയ്ക്കുവെച്ച് അപ്രതീക്ഷിതമായി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തിരികെ വന്ന കിടിലൻ പെർഫോമൻസ് ആണ് മണിക്കുട്ടൻ കാഴ്ചവെക്കുന്നത്. മണിക്കുട്ടന്റെ പ്രായമാണ് ഇപ്പോൾ പ്രശ്നം. കൂടെ സൂര്യയുടെ പ്രായമാണ് അതിലും വലിയ പ്രശ്നം. അല്ല, വീട്ടുകാരറിയാതെ നിങ്ങൾ അവരുടെ വിവാഹം അങ്ങ് നിശ്ചയിച്ചോ? എന്താ കഥ? പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ വഴി സജീവമാകുന്ന ചില ചർച്ചകളെ പറ്റിയാണ്. മണിക്കുട്ടന്റെ പ്രായത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ നടക്കുന്നത്. ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതൽ തന്റെ പ്രണയം മണിക്കുട്ടനോട് പറയാൻ സൂര്യ ശ്രമിക്കുന്നത് ബിഗ് ബോസ് പ്രേമികൾ കാണുന്നതാണ്. എന്നാൽ തനിക്ക് ഇപ്പോൾ പ്രണയത്തിന് താല്പര്യമില്ലെന്നും എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഗെയിമിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നും മണിക്കുട്ടൻ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഇപ്പോഴും തന്റെ ഉള്ളിലുള്ള പ്രണയത്തെക്കുറിച്ച് സൂര്യ സംസാരിക്കാറുണ്ട്. സൂര്യയുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇതിന്റെ ഇടയിൽ അനൂപ് സൂര്യയെക്കുറിച്ച് പറഞ്ഞതും ഏറെ വൈറലായിരുന്നു. പലപ്പോഴും ഭാര്യ എന്ന നിലയിൽ മണിക്കുട്ടനോട് പെരുമാറാറുണ്ട് സൂര്യ എന്നാണ് അനൂപ് വ്യക്തമാക്കിയത്. ഇതും സൂര്യ ആർമി ഗ്രൂപ്പുകൾ ആഘോഷമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ആർമി ഗ്രൂപ്പുകളിൽ സൂര്യയുടെയും മണിക്കുട്ടന്റെയും പ്രായം ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ചകൾ പുരോഗമിച്ചത്. സൂര്യയുടെ പാസ്പോർട്ട് ആണെന്ന വ്യാജേന അവരുടെ ജനനവർഷവും നിലവിലെ പ്രായത്തെ കാണിച്ചുകൊണ്ടാണ് സൂര്യ മണിക്കുട്ടനേക്കാളും പ്രായം കൊണ്ട് മുതിർന്നതാണ് എന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം മണിക്കുട്ടന് 39 വയസ്സാണ് എന്നുള്ള തരത്തിൽ പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ വഴി നടക്കുകയുണ്ടായി. മണിക്കുട്ടന്റെ പാസ്പോർട്ട് പേജ് എഡിറ്റ് ചെയ്ത രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മണിക്കുട്ടന് 39 വയസ്സാണ് പ്രായമെന്നും ഈ അങ്കിളിനെയാണോ സൂര്യ ചേച്ചി പ്രണയിച്ചത് എന്നുള്ള ക്യാപ്ഷനോടെയാണ് സോഷ്യൽ മീഡിയയിൽ മണിക്കുട്ടനെതിരെ ആരോപണം ശക്തമാകുന്നത്. ഇതിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണൻ. മണിക്കുട്ടന്റെ സുഹൃത്തും നടി ശരണ്യയുടെ ഭർത്താവ് കൂടിയായ അരവിന്ദ് സോഷ്യൽ മീഡിയ വഴിയാണ് മണിക്കുട്ടന്റെ കുടുംബത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയിക്കുന്നത്. ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം കേട്ടോ. ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുകൂടെ ചേർക്കുന്നു. പാസ്പോർട്ട് എന്നത് ഒരു ഒഫീഷ്യൽ ID കാർഡാണ്. അത് എഡിറ്റ് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ്. മണിയുടെ കുടുംബം ഈ പ്രശ്നത്തെ നിയമപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന സന്തോഷ വാർത്ത കൂടി സ്വീകരിച്ചാലും. ഇങ്ങനെയാണ് അരവിന്ദ് സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. മുൻ ബിഗ് ബോസ് താരങ്ങളായ ആര്യയും വീണയുമടക്കം നിരവധി താരങ്ങളും അരവിന്ദിന്റെ പോസ്റ്റിന് മറുപടിയായി എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പാസ്പോർട്ട് പോലൊരു ഡോക്യുമെന്റ് തിരുത്തുമ്പോൾ അല്പം വിവേകം കാണിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇറക്കിവിട്ട പോസ്റ്റും പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.